വിവാഹത്തിന് മുൻപ് സ്ത്രീയും പുരുഷനും വെറും അന്യരാണ്. പിന്നെങ്ങനെ ശാരീരികമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു? ഇടിത്തിയായി സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾ. ആധുനികതയുടെ പേരിൽ അതിരുകൾ ലംഘിക്കുന്ന യുവതലമുറയ്ക്ക് പരമോന്നത നീതിപീഠത്തിന്റെ മുഖമടച്ചുള്ള പ്രഹരമായി ഒരു പരാമർശം. മാട്രിമോണിയൽ സൈറ്റുകളിലൂടെ വിരിയുന്ന പ്രണയങ്ങൾ അതിരുകടന്ന് കിടപ്പറകളിലേക്കും പിന്നീട് ബ്ലാക്ക് മെയിലിംഗിലേക്കും വഴിമാറുന്ന ഞെട്ടിക്കുന്ന പ്രവണതയ്ക്കെതിരെ സുപ്രീം കോടതി ചോദ്യമുയർത്തുകയാണ്. ഞങ്ങൾ ചിലപ്പോൾ പഴഞ്ചനായിരിക്കാം, എങ്കിലും വിവാഹത്തിന് മുൻപ് സ്ത്രീയും പുരുഷനും വെറും അന്യരാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു? ജസ്റ്റിസ് BV നാഗരത്നയുടെ ഈ വാക്കുകൾ നിയമലോകത്തും സമൂഹത്തിലും വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. വിവാഹം കഴിക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകി യുവതിയെ വലയിലാക്കി പീഡിപ്പിച്ച വിരുദ്ധന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി. 2022 ഒരു മാട്രിമോണിയൽ സൈറ്റിലൂടെയാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. സൈറ്റിലൂടെ പരിചയപ്പെട്ട യുവാവിനെ യുവതി അന്ധമായി വിശ്വസിച്ചു. പ്രണയം മൂത്തതോടെ കാമുകനെ കാണാനായി യുവതി വിദേശത്തേക്ക് പറന്നു. അവിടെ വെച്ച് ഇരുവരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നാൽ പ്രണയത്തിന്റെ മറവിൽ യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയ കാമുകൻ പിന്നീട് തനി നിറം പുറത്തെടുത്തു. ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവതി താൻ അകപ്പെട്ട ചതിക്കുഴിയുടെ ആഴം തിരിച്ചറിയുന്നത്. യുവാവ് നേരത്തെ തന്നെ വിവാഹിതനായിരുന്നു. 2024 പഞ്ചാബിൽ വെച്ച് ഇയാൾ മറ്റൊരു യുവതിയെ കൂടി വിവാഹം കഴിച്ചിരുന്നു. ഈ വിവരങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തി. ഇതിനിടെയാണ് ചോദ്യമെത്തിയത്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്വൽ ബുയാൽ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഈ കേസ് പരിഗണിക്കവേ ചോദിച്ച ചോദ്യങ്ങൾ വിവാഹപൂർവ്വം ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കുള്ള വലിയൊരു താക്കീതാണ്. യുവതിയോട് കോടതിക്ക് ചോദിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: വിവാഹത്തിന് മുൻപ് നിങ്ങൾ എന്തിനാണ് അയാളെ കാണാൻ വിദേശത്തേക്ക് പോയത്? ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്ന് പറഞ്ഞാലും വിവാഹത്തിന് മുൻപ് ഇരുവരും അന്യർ മാത്രമാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ആധുനികതയുടെ പേരിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും ജാഗ്രത കൈവിടുന്നത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ചത്തെ വിധി നിർണായകമാകും. വിവാഹിതനാണെന്ന വിവരം മറച്ചുവെച്ച് വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ അത് ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന സുപ്രീം കോടതിയുടെ മുൻ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കേസ് വലിയ പ്രാധാന്യമാണ് അർഹിക്കുന്നത്. കേസിൽ ബുധനാഴ്ച പുറപ്പെടുവിക്കാനിരിക്കുന്ന വിധി വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചുള്ള നിയമപരമായ വലിയൊരു പൊളിച്ചെഴുത്തിന് തന്നെ വഴിവെക്കുമെന്നാണ് നിയമവിദഗ്ധരുടെ കണക്കുകൂട്ടൽ. പുതിയ കാലത്തെ പ്രണയങ്ങൾക്കും വിവാഹ വാഗ്ദാനങ്ങൾക്കും മീതെ സുപ്രീം കോടതി എന്ത് ലക്ഷ്മണരേഖയാകും വരയ്ക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം.